നാളെ നല്ല തുള്ളു നല്ല വെട്ട് മടാള് വെട്ട് വെട്ട് ഞാൻ കാണട്ടെ വെട്ടത് വെട്ട് 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 മടാള് എന്തിനാ കൊടുന്ന് വെച്ചിരിക്കുന്നത് തൽക്കാലത്ത് എന്നെ മക്കള്. സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ ചാനൽ ഒരിക്കലും വരാത്ത ഒരു കുടുംബത്തല്ല എന്താ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയുകൊണ്ടും വളരെയധികം വേടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ആളുടെ ഒരു വീഡിയോ നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും ചിലപ്പോൾ. ഇത് ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്, ഒരു ഫാമിലി വ്ളോഗറാണ്. നമുക്കറിയാം ഒരുപാടുപ്പെട്ട ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വളരെ എളുപ്പമുള്ള കാര്യമാണ്. എവിടെയെങ്കിലുമൊക്കെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും ആ വീട്ടിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും അതിലൂടെ വിളിച്ചു പറയുക എന്നാണ്. പക്ഷെ എങ്കിലും എന്ത് കാര്യവും നമ്മൾ വിളിച്ചു പറയില്ല. ചില കാര്യങ്ങൾ എന്തൊക്കെ തന്നെയായാലും, എന്ത് തരം ഫാമിലി വ്ളോഗ് ആയാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് കളയും. കാരണം നമ്മളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മളൊരു സ്വൈര്യമായിട്ടുള്ള ജീവിതത്തൊക്കെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വളരെ മോശമായിട്ടൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മൾ തീർച്ചയായിട്ടും മാറ്റിവെക്കുന്നതാണ്. പക്ഷെ ഷാജി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട സമയത്ത്, ഞാൻ ഈ അടുത്ത കാലത്ത് മുതലാണ് ഇവരെ വീഡിയോ കാണാൻ തുടങ്ങിയത്. അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, ഉമ്മ ഷഡ്ഡി ഇട്ടിട്ട് തുള്ളുന്ന വീഡിയോ ഉണ്ട്, ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ കാണിച്ചിരുന്നു. ഉമ്മാനെ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവരും ഉമ്മയും തമ്മിൽ എപ്പോഴും തല്ലാണ്. അതൊരു വൃത്തികെട്ട ഭാഷയിലും രീതിയിലാണ് ഈ രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കടിക്കുന്നത്. ഈ വഴക്കടിക്കുന്നതെല്ലാം ഈ പെൺകുട്ടി വന്നിട്ട് ലൈവിലും മറ്റൊക്കെ വന്നിരുന്ന് പറയുന്നതാണ്. അത് കേൾക്കാനൊക്കെ 2 ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിന്റെ വേറെ അത്ഭുതം കേട്ടോ. നമ്മളെപ്പോലെ എന്തെങ്കിലും ഉപകാരമുള്ളതോ, ചില രാഷ്ട്രീയം അല്ലെങ്കിൽ സിനിമയോ മറ്റു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ പേര് അത് കാണാൻ ഉണ്ടാവില്ല എന്നുള്ളത് അതിന്റെ അപ്പുറത്ത് വേറെ വിഷയമാണ്. എന്തൊക്കെയായാലും ഇവര് ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നെ നിരന്തരം പറയാറുണ്ട്. ഞാൻ ഇപ്പൊ ഇവരെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി, തീർച്ചയായിട്ടും ഇതാണ് അവസ്ഥയെങ്കിൽ ഇവരിങ്ങനെയല്ല. അവർക്ക് തീർച്ചയായിട്ടും ഉമ്മാന്റെ ഷഡ്ഡി ഇട്ടിട്ട് തുള്ളുന്ന വീഡിയോ ഒക്കെ ചിലപ്പോൾ കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല ഇപ്രാവശ്യം വന്നത്. തുള്ളുന്നുണ്ട്, പക്ഷെ അതൊരു മാന്യമായ വസ്ത്രത്തിനാണ് തുള്ളുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ട് 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് തുള്ളുന്നത്. ഇനി ആരാണ് ഷാജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അറിയാത്ത ആളുകൾക്ക് ഒരു വീഡിയോ കാണിക്കാം. അത് കണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. വളരെ പെട്ടെന്നാണ് ഇവർ വൈറലായത്. താമസിച്ചത് ഞങ്ങള് വേറെ റൂം എടുത്ത് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് വെറുതെ ഒരു ട്രിപ്പ് ഇങ്ങനെ കറങ്ങി. അത്ര കേരളത്തിൽ തന്നെ ഒരു എത്ര ദിവസം പുള്ളിക്ക് ലീവ് ഉണ്ടായിരുന്നു? കുറച്ച് ദിവസം, 10-20 ദിവസം ഉണ്ടായിരുന്നു. 10-20 ദിവസം നിങ്ങൾ റൂം എടുത്ത് തന്നെയാണെന്നോ? അല്ലല്ല, ഞാൻ അത്ര ദിവസമില്ല, ഒരു 1-2 ദിവസം മാത്രം ഞങ്ങള് ജസ്റ്റ് ഒന്ന് കറങ്ങി. അത്ര. ആരെയെ കുറിച്ച് പറയാണ്? ഇവരെ ഭർത്താവിനെ കുറിച്ചിട്ടാണോ ഇനിയിപ്പോ കാമുകനെ കുറിച്ചാണോ പറയുന്നതല്ല? ഇവിടുത്തെ ഒന്നുമില്ല. ഇവരെ ഭർത്താവ് ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അവർ ആത്മഹത്യ ചെയ്താണെന്നൊക്കെ പറയുന്നു. അത് ഇവരെ കാരണം കൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇവരിപ്പോ വിവാഹം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുടെ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ. അങ്ങനെ പലവിധ എന്തൊക്കെയോ കഥകളൊക്കെ ഇതിന് പുറകിലുണ്ട്. പരിപൂർണ്ണമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അതൊരു ചീഞ്ഞളഞ്ഞ കേസായതുകൊണ്ടാണ് അതിന്റെ പിന്നാലെ പോവാതിരുന്നത്. എന്തായാലും ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സ് ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നത്? എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇവരുടെ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതാണ്. എന്തായാലും ഇവർ ഉമ്മയും തമ്മിൽ വളരെ തല്ലാണ്. സ്നേഹം മുഴുവൻ കൊടുക്കുന്നത് ചേച്ചിമാർക്ക്, അനിയത്തിമാർക്കാണ്. ഈ ഒരു പെൺകുട്ടിക്ക്, ഷാജിദയ്ക്ക് സ്നേഹമൊന്നും ഉമ്മന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉമ്മയെ പറയുന്ന ചില വാക്കുകളൊക്കെ നമുക്ക് വളരെയധികം വേടായിട്ട് തോന്നും. എന്തായാലും കേട്ടു നോക്കൂ. കരച്ചിലാണ് കേട്ടോ തുടക്കം. എല്ലാരും കൂടി കൊല്ലാൻ നോക്കുന്നു. ഇവര് എന്തോ ഒരു വഴക്കുണ്ടതിന്റെ ഭാഗമായിട്ട് തുള്ളാനൊക്കെ പറയുന്നു കേട്ടോ. എനിക്ക് അത്ഭുതം തോന്നിയത്, ഈ വീട്ടിൽ കുറച്ച് കുട്ടികളുണ്ട്. ആ കുട്ടികൾ ഇവരെ വഴക്ക്, ഇവരെ വർത്തമാനങ്ങളും ഇവരെ സ്വരച്ചർച്ചയില്ലായ്മയും ഈ ഭീകരമായ അറുതെറിയോടുകൂടിയിട്ടുള്ള വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ ആ കുട്ടികൾ കൂടി വളരുന്നുള്ള ഒരു അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അവരുടെ ഭാവി എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. വെട്ട് മടാള് വെട്ട് വെട്ട് ഞാൻ കാണട്ടെ വെട്ടത് വെട്ട് 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 മടാള് എന്തിനാ കൊടുന്ന് വെച്ചിരിക്കുന്നത് തൽക്കാലത്ത് എന്നെ മക്കള് കൊല്ലാനാ വെട്ടി കൊല്ലാനാ വെട്ട് ഇപ്പൊ വെട്ട് ധൈര്യമുള്ള പെണ്ണാണ്. ഇപ്പൊ ഉമ്മാനാണ് ധൈര്യമുള്ള പെണ്ണ്. ആരെ മടാള് കൊടുന്ന് വെച്ചിരിക്കുന്നത്? ആരെ മടാള് കൊടുന്ന് വെച്ചിരിക്കുന്നത്? വെട്ട് 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 വെട്ടടി വെട്ടടി വെട്ട് വെട്ടടി വെട്ട് വീഡിയോ പിടിച്ചോണ്ടാണ് ഈ വെട്ടാൻ പറയുന്നത്. പാവം
നല്ല തുള്ളു നല്ല കണ്ടില്ലേ? ആ പാവ ഉമ്മച്ചി ഒരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞു ഒരു പക്ഷെ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. ആ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് വന്നിട്ട് പിന്നെ ആ പാവം സ്ത്രീ നിന്ന് തുള്ളുകയാണ്. എന്തൊക്കെയായാലും പ്രായമായ സ്ത്രീയല്ലേ, അവർ ഉമ്മ തന്നെയാണ്, അവരെ പെറ്റുണ്ടാക്കി വളർത്തിയ ഒരാളല്ലേ. ആ ഒരു സ്ത്രീയോടാണ് ഇത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ വർത്തമാനം പറയുന്നതും വിട്ട് എന്നുള്ള വർത്തമാനം പറയുന്നത്. അവസാനം ആ സ്ത്രീ ഇങ്ങനെ തുള്ളുകയാണ്. ഒരുപക്ഷെ മെന്റലി അവരാകെ തകർന്നു പോയിരിക്കാം. കാരണം ഈ ഒരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കുന്നത് ഇവരുമായിട്ടുള്ള ജീവിതവും മനസ്സമാധാനം ഇല്ലായ്മയും സാമ്പത്തിക പ്രശ്നവും മറ്റൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും അവർ അവസാനം കിടന്ന് തുള്ളുമ്പോഴും ആ തുള്ളുന്ന വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇടും എന്നാണ് ഇപ്പൊ സാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു സ്ത്രീ ഒരുപക്ഷെ ആ പാവം വയസ്സാ സ്ത്രീയുടെ ഷഡ്ഡിമേ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അതടക്കം ഒരുപക്ഷെ യൂട്യൂബിൽ ഇടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. ചിലപ്പോൾ അവരെ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി ഇതിനൊക്കെ ശേഷം ഇവർ ലൈവില് വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കരച്ചിലുണ്ട്. അതൊരു ഒന്നൊന്നര കരച്ചിലാണ്. എല്ലാരും കൂടി കൊല്ലാൻ നോക്കും. ഇതിനൊക്കെ എങ്ങനെ കഴിയുന്നാണോ അല്ലേ നമുക്കിങ്ങനെ വീഡിയോ ഇങ്ങനെ വെച്ചിട്ട് കരയുക? കംപ്ലൈന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു നടപടി എടുത്തിട്ടില്ല. FIR ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അവര് കേസെടുത്താലും പാവങ്ങളുടെ കൂടെ നിൽക്കില്ലല്ലോ, പണമുള്ള ആൾക്കാരുടെ കൂടെ. ആരാണ് ഈ പണമുള്ള ആള്? ആ പാവം ഉമ്മച്ചിയാണ്. ആ ഓടിട്ട പേരെ താമസിക്കുന്ന ആ പാവം. അവരാ വീടിന്റെ അകവും മറ്റൊക്കെ നമ്മൾ കണ്ടതാണ്. ഡോറിന്റെ അവസ്ഥയും അവരെ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമൊക്കെ നമ്മൾ കണ്ടതാണ്. അവരാണ് ഈ പണമുള്ള ആളെന്നൊക്കെ പറയുന്നത്. എന്തായാലും ഇവരുടെ ഉമ്മയുടെ ആങ്ങളുടെ ഒരു മകൻ എങ്ങാണ്ട് ഈ സ്ത്രീയുടെ കഴുത്ത് പിടിച്ചൊക്കെ പോക്കിയിട്ടുണ്ട്. അതെന്തായാലും വളരെ മോശമായി പോയി. ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം നമുക്ക് വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല. അത് ആരായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേഷനിലും മറ്റു നിയമപരമായിട്ടൊക്കെ അതിനെ തീർപ്പാക്കുന്നല്ലാതെ ഈ ശാരീരിക ഉപദ്രവം ശരിയല്ല. അതിനൊപ്പം നമുക്കൊരു ഇവരൊപ്പം നിൽക്കുകയാണെങ്കിലും ഇവർ പറയുന്ന കാര്യങ്ങൾ മറ്റൊക്കെ ബോറാണ്, വളരെ മോശമാണ്. കൂടി കയറി എന്റെ കഴുത്തിൽ ഇന്ന് എനിക്കറിയില്ലായിരുന്ന കഴുത്തിൽ കയറി പിടിച്ച എന്റെ സംഭവം. ഞാൻ വിചാരിച്ചു വെള്ളം കുടിച്ചിട്ടൊക്കെ എന്റെ സൗണ്ട് മാറി കൊണ്ട് വരെയിരിക്കുന്നു. ഇന്ന് ഞാൻ ഡോക്ടറെ പോയി ടെസ്റ്റ് ചെയ്തു. ഉള്ളിൽ ടെസ്റ്റ് ചെയ്തപ്പോ ഈ സർജറിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സൗണ്ടിന്റെ സംഭവം ഉണ്ടല്ലോ, അവിടെ 2 ഭാഗത്ത് നീര് വന്നിട്ടുണ്ട്. ഡോക്ടർ വന്നു, നല്ല റെസ്റ്റ് എടുത്തില്ല പറഞ്ഞു, അടുത്ത സർജറി ചെയ്യേണ്ടി വരും ഷാജി, സൗണ്ടിന്റെ പ്രശ്നമായിരിക്കും, നീ കേസ് കൊടുത്തില്ല എന്ന് എന്റെ അടുത്ത് ഡോക്ടർ വെച്ച്. ഞാൻ പറഞ്ഞു കേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, കേസൊന്നും എടുത്തിട്ടില്ല അവര്. അവന്റെ ഉപ്പല്ല എന്നെ നോക്കണം. ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കളെ വളർത്തി. ഇത് കേസെടുക്കാത്ത എന്തുകൊണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നത് ഇവർ ഇങ്ങനത്തെ കേസുകൾ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതാണ്. അവസാനം പോലീസുകാർക്ക് തന്നെ ഒരു വർഷത്ത് മടുക്കുണ്ടായിരിക്കും. ഇതൊരു ഉമ്മയും മകളും നമ്മളെ തല്ല്, അവർ തന്നെ തീർപ്പാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും മിക്കവാറും പോലീസ് വരാതിരിക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ സൗണ്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ സൗണ്ടാണ് അവൻ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കളിൽ എന്തെങ്കിലും അവര് ഇപ്പൊ ഇത്രയും ഞാൻ ക്ഷമിച്ച് അനുഭവിച്ച് നിക്കണത്. തള്ളതിന് ഫുൾ സപ്പോർട്ടാണ്. എന്നെ തല്ലുമ്പോഴോ എന്റെ കഴുത്ത് കയറി പിടിക്കുമ്പോഴോ ഒക്കെ കയറി നോക്കി നിക്കണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് എന്റെ ആ സൗണ്ടിന്റെ സംഭവം ഇനി നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് കിട്ടണമെങ്കിൽ എനിക്ക് അടുത്ത സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറയുന്നു. ഫുള്ള് റെസ്റ്റ് എടുക്കണം, ഫുൾ വോയിസ് റെസ്റ്റ് വേണം ഷാജി എന്ന് പറയുന്നത്. എന്നെ അവിടെ അല്ലേ കാണിച്ച് തൃശ്ശൂർ ജൂബിലിയിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പൊ വൈകുന്നേരമാണ് പോയി ടെസ്റ്റ് ചെയ്തത്. എനിക്ക് ഇങ്ങനെ സൗണ്ട് മാറി വരും, എന്റെ സൗണ്ടേ വരുന്നില്ല. അപ്പൊ ഞാൻ എന്താണാവോ വിചാരിച്ചിട്ട് ഞാൻ എന്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ടാണ് എന്റെ അടുത്ത് പറഞ്ഞത്, ഷാജി അന്ന് പ്രശ്നം കഴിഞ്ഞല്ല, നിന്റെ കഴുത്ത് കയറി പിടിച്ചതല്ലേ, നിനക്ക് അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും, നീ ഒന്ന് പോയി ഡോക്ടറെ കാണിക്കുന്നു. അങ്ങനെ അവരുടെ കൂട്ടം കാട്ടിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി. അപ്പോഴാണ് എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു സർജറി കഴിഞ്ഞിട്ട് ഉള്ളൊന്നും ഉണങ്ങിയിട്ടില്ല, ഈ ഭാഗമൊന്നും ഉണങ്ങിയിട്ടില്ല, എനിക്ക് ഈ ഭാഗത്തൊക്കെ വേദന ഉണ്ട്, എന്റെ ഈ സൗണ്ടിന്റെ 2 സൈഡ് നീര് വന്നിരിക്കും. ഡോക്ടർ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ മക്കളെ നോക്കുന്നത്. എന്റെ സൗണ്ട് ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് സൗണ്ട് വേണം എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു നീ എന്തായാലും റെസ്റ്റ് എടുക്കണം മോളെ, റെസ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സൗണ്ട് ഫുള്ളായിട്ട് പോകും. കണ്ടില്ലേ, ഇതാണ് സാജി പറയുന്ന കാര്യങ്ങൾ. വളരെ സങ്കടകരമായ കാര്യം പറയുന്നത്. സ്വാഭാവികമായിട്ട് അവർ യൂട്യൂബ് ചാനലോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ദിവസം ലൈവ് വരും, അത്യാവശ്യം പേര്, ലക്ഷക്കണക്കിന് പേര് വരെ ലൈവൊക്കെ കാണുന്നുണ്ട്. എന്താണ് അതിൽ വിളിച്ച് പറയുന്ന വലിയ കൊടുത്തുന്നില്ല, കുടുംബപരമായ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് കേൾക്കാൻ ആൾക്കാരുണ്ട്. നമുക്ക് പണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാകും. എങ്ങനെ വെച്ചാൽ നമ്മൾ വേലിയുടെ അപ്പുറത്ത് നിന്നിട്ടേ
ഇവിടുത്തെ കുറ്റം അങ്ങോട്ടും അവിടുത്തെ കുറ്റം ഇങ്ങോട്ടും, അല്ലെങ്കിൽ മൂന്നാമതൊരു വീട്ടിന്റെ കുറ്റം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാകുന്നല്ലോ. അതൊന്നും ഇപ്പൊ ഇല്ല. അപ്പൊ പക്ഷെ അത് വേറെ രീതിയിൽ നടക്കുന്നത് ഈ ഓൺലൈൻ വഴിയാണ്. കാരണം ഇവര് തമ്മിലുള്ള തല്ലുകൾ ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിൻ്റെ കമന്റ് അടിക്കുക, സാജിദ ജി വിസ്മിക്കണ്ടട്ടാ, എനിക്ക് എന്താ പറയുക, എനിക്ക് വേണ്ടി ഞങ്ങൾ ദുവാ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീനെ പറയുന്നുണ്ട്, എനിക്ക് ദുവാ ചെയ്യുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ എൻ്റെ രാത്രി ലൈവ് കേൾക്കാൻ വേണ്ടി ഇരുന്ന് ഒരുപാട് ഉമ്മമാരി നാട്ടിലുണ്ട്. അവരുടെ ദുവ മാത്രം മതി, എനിക്ക് എൻ്റെ ഉമ്മയുടെ ദുവ ഒന്നും വേണ്ട, അവരുടെ ദുവ മാത്രം മതി, ഞാൻ ജീവിച്ചു പോയിക്കോളും. എന്തൊക്കെ പറയുന്നു. എന്തായാലും മോശപ്പെട്ട ഒരു ഫാമിലി വ്ളോഗർ എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയത്. എന്തൊരു മോശമല്ലേ ഇമാതിരി കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്ന പറയുന്നത്. ബൈ.